മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ഈ ഒരു വീഡിയോ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങൾക്കും നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്കും മുന്നിലേക്കാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മളൊക്കെ ഈ രാജ്യത്തോട് കൂറുള്ള ഓരോ പൗരനും കഴിഞ്ഞ ദിവസം മുതൽ കശ്മീരിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായിട്ട് ഇടനെഞ്ചിൽ വേദനയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ആ ഭീകരാക്രമണം, ആ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ പോലും ന്യായീകരിക്കുന്ന ഒരുപാട് നാറികള് നമ്മുടെ കേരളത്തിലുണ്ട്. ഒരുപാട് ജിഹാദികള് അവര് പ്രധാനമായിട്ടും അജ്മൽ കസബിനെ പോലും ന്യായീകരിക്കാന് ഒരുപാട് ഭീകരാക്രമണം, പുൽവാമ ഭീകരാക്രമണം, അങ്ങനെ ഒരുപാട് ഭീകരാക്രമണമൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് അതുപോലെയുള്ള ഒന്നാണിത്. അതായത് ഈ സകല ഭീകരാക്രമണങ്ങളെയും ന്യായീകരിക്കാൻ ഒരു വിഭാഗം ആളുകള് നമ്മുടെ കേരളത്തില് വലിയ ഐക്യത്തോടു കൂടിയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പഹൽഗാമിൽ നടന്നത് ഹിന്ദു വേട്ടയാണ്, പഹൽഗാമിൽ നടന്നത് പേര് ചോദിച്ചിട്ടുള്ള കൊലപാതകങ്ങളാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് നാഷണൽ മീഡിയാസിലൂടെ കണ്ടു. എന്നിട്ട് അതിനെ പോലും എതിർത്ത് പല രീതിയിലാണ് ആളുകൾ രംഗത്തെത്തിയിട്ടുള്ളത്. കുറച്ച് ജിഹാദികള് നമ്മുടെ കേരളത്തിൽ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്ത് അജ്മൽ കസബിനെ പോലും ന്യായീകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് വെക്കാം, തെളിവ് സഹിത. ഇവരൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നവരുടെ പേരൊക്കെ ഒന്ന് എടുത്ത് ഫേസ്ബുക്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. ഇവരൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഈ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് കമന്റ് ചെയ്ത ഞാൻ കുറച്ച് ഉദാഹരണങ്ങളൊന്ന് മുന്നോട്ട് വെക്കാം. അജ്മൽ കസബിനെ തന്നെ ന്യായീകരിക്കുന്നതാണ് ഞാൻ ആദ്യം തന്നെ എടുത്ത് മുന്നോട്ട് വെക്കുന്നത്. ആദ്യത്തെ കമന്റാണ്: പാർലമെന്റ് ആക്രമണ കേസിൽ പ്രതി ചേർക്കപ്പെട്ട അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. അന്ന് കോടതി പറഞ്ഞത് അഫ്സൽ ഗുരു നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തതിന് തെളിവില്ല, എന്നാൽ പൊതുവികാരം മാനിച്ച് ശിക്ഷ വിധിക്കുന്നു എന്നുമാണ്. തീവ്രവാദികൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുത്തു എന്നതായിരുന്നു അഫ്സൽ ഗുരുവിനെതിരെയുള്ള കുറ്റം. എന്നാൽ അഫ്സൽ ഗുരു പറഞ്ഞത് കശ്മീരിൽ DSP ആയിരുന്ന ദേവീന്ദർ സിംഗ് തന്നെ ചതിച്ചതാണ് എന്നാണ്. അന്നത് ആരും വിശ്വസിച്ചില്ല. എന്തായാലും അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു. പിന്നീട് നാം കണ്ടത് ദേവീന്ദർ സിംഗ് എന്ന സംഘ തീവ്രവാദിയെ AK-47 തോക്കേന്തിയ 2 ലഷ്കർ ഭീകരരോടൊപ്പം ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ്. എവിടെയോ ചെറിയൊരു ഭാഗപ്പുയ കൊണ്ട് മാത്രം അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ നമ്മുടെ മോദിജി ഗവൺമെന്റിന്റെ കരുണ കടാക്ഷത്തിൽ ദേവീന്ദർ സിംഗ് എന്ന കൊടും തീവ്രവാദിക്ക് പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടി. ഇന്നും ആ കൊടും തീവ്രവാദി നമുക്കിടയിൽ തന്നെ സുഖലോലുപനായി വിലസുന്നു. പഴയ പണികൾക്ക് ഇന്നും തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിഷ്കളങ്കരെ എന്ന്? നിങ്ങളിത് കണ്ടില്ലേ? നമ്മുടെ കോടതികളെ പാർട്ടി നിയന്ത്രിക്കുന്നു. അത്തരത്തിൽ പോലും ഈ ഒരു കമന്റിലുണ്ട്. അജ്മൽ കസബിനെ ന്യായീകരിക്കുക ഇവന്റെയൊക്കെ തന്തയാണോ ഈ അജ്മൽ കസബ്? ഈ കമന്റ് ഇട്ടവരെ ഈ ജാതി താങ്ങി കൊടുക്കാന് ഇവരൊക്കെ ഇങ്ങനെയും അജ്മൽ കസബിന്റെ താങ്ങുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാ, ഇവന്റെയൊക്കെ മതത്തിലുള്ളതായതുകൊണ്ട്. അല്ലാതെ ഇവരൊക്കെ എന്ത് ഉണ്ടക്ക അജ്മൽ കസബിനെ പോലെ ഒരു ഭീകരവാദിയൊക്കെ ഇങ്ങനെ താങ്ങുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അജ്മൽ കസബിന് വേണ്ടി എന്തിനു വാദിക്കണം? നമ്മുടെ രാജ്യത്ത് കൂട്ടാക്കൊലക്ക് നേതൃത്വം കൊടുത്ത അജ്മൽ കസബിന് എന്തിന്, അവരേക്ക് എന്തിന്, ആ ഭീകരനെ എന്തിന് ന്യായീകരിക്കണം? ഇത്തരം ആളുകള് നമ്മുടെ നാടിന്, നമ്മുടെ രാജ്യത്തിന് അപകടം തന്നെയാ. നമ്മുടെ രാജ്യം, നമ്മുടെ പരമോന്നത കോടതി ശിക്ഷ വിധിച്ച് തൂക്കിലേറ്റിയ അജ്മൽ കസബിന് വേണ്ടിയിട്ടും നമ്മുടെ കേരളത്തില്, അതും പഹൽഗാമില് ഭീകരാക്രമണം നടന്ന ദിവസം തന്നെ ന്യായീകരിക്കാൻ ആളുകൾ രംഗത്തുണ്ട്. ഇത്തരം ആളുകള് നമ്മുടെ നാടിന്, നമ്മുടെ രാജ്യത്തിന് അപകടമാണ്. ഈ പോസ്റ്റ് ഇട്ട, ഈ കമന്റ് ഇട്ടവരൊക്കെ ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ തയ്യാറുള്ളവനാ. ഇവരൊക്കെ തൂക്കിയെടുത്ത് തീഹാർ ജയിലിലേക്ക് അടക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു. അടുത്ത കമന്റാ. ഇത്തരം ഒരുപാട് കമന്റുകളുണ്ട്. ഞാൻ ഉദാഹരണത്തിന് കുറച്ച് മാത്രമേ മുന്നോട്ട് വെക്കുന്നുള്ളൂ. അടുത്ത കമന്റ്: വസ്ത്രം കണ്ടാൽ ഇന്ത്യക്കാരുടെ മതം തിരിച്ചറിയുന്ന ഒരു പ്രധാനമന്ത്രി ഉള്ളപ്പോൾ ഭീകരൻ മാത്രം വില്ലേജ് ഓഫീസറെ പോലെ മതമൊക്കെ ചോദിച്ച് ഉറപ്പുവരുത്തിയത് സൈബർ ഗുണ്ടകൾക്ക് ആവേശമായിട്ടുണ്ട്. ചർച്ചകളും മസ്ജിദുകളും കേന്ദ്രീകരിച്ച് ആക്രമണവും കല്ലേറും നടത്തുന്നത്ര ആസൂത്രണം കാശ്മീർ ഭീകരർക്ക് ഇല്ലെന്ന് തോന്നുന്നു. കശ്മീർ ഭീകരരെ പോലും പച്ചയ്ക്ക് ഇവിടെ ന്യായീകരിക്കുന്നതല്ലേ നമ്മൾ കാണുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മതം ചോദി ഇവരൊക്കെ എന്താണ് വിളിച്ചു പറയുന്നത്?
നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലും തോന്നിയത് പറയും. പക്ഷെ കശ്മീരിൽ ഭീകരാക്രമണം നടത്തിയ ആളുകൾക്ക് ഒരു വസ്തുവില്ലാതെ, ഒരു ഭീകരാക്രമണം പഹൽഗാമിൽ നടക്കുമ്പോൾ നമ്മളിൽപ്പെട്ട ആളുകളാണ് കൊല്ലപ്പെട്ടത്. അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വാദിക്കേണ്ട, അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട ഈ രാജ്യത്തെ ഒരു പൗരന് ഭീകരർക്ക് വേണ്ടി സംസാരിക്കുന്നതല്ല നമ്മൾ ഈ കാണുന്നത്. ഇത്തരം കമന്റ് ഇടുന്നവരുടെ ലക്ഷ്യം എന്താ? ഇവരെന്തിനാണ് ലോകത്തുള്ള എല്ലാ പ്രശ്നവും ഈ പഹൽഗാം വിഷയത്തിൽ ഉയർത്തുന്നത്? ഈ ഭീകരരാണ് പേര് ചോദിച്ചിട്ട് കൊലപ്പെടുത്തിയത്. പേര് ചോദിച്ചിട്ട് ഭീകരർ കൊലപ്പെടുത്തുമ്പോൾ പേര് ചോദിച്ച് മതം നോക്കിയാണ് കൊന്നത് എന്ന് ബോധമുള്ളവർ പറയും. അതിന് തോന്നിയതല്ല, അതാണ് നടന്നത്, അതാണ് വിഷയം. മതം നോക്കി തന്നെയാ പഹൽഗാമില് കൊല ചെയ്തിട്ടുള്ളത്. അത് പറയാൻ ജാതി മതഭേദമന്യേ ഈ രാജ്യത്തോട് കൂറുള്ള എല്ലാ ആളുകളും തയ്യാറാവണം. അല്ലാത്തവരൊക്കെ ആ ഭീകരർക്കൊപ്പം തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭീകരരോട് ചായ്വുള്ളവർക്ക് ഇത്തരം കമന്റുകളൊക്കെ ഇടാൻ സാധിക്കൂ. അടുത്ത കമന്റാ ഒരുപാടുണ്ട്. ഉദാഹരണത്തിന് കുറച്ച് മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഈ ഭീകരാക്രമണം കൊണ്ട് ആർക്കാണ് നേട്ടം? തീർച്ചയായും മോഡിക്കും അമിത്ഷാക്കും തന്നെ. കാരണം വഖഫ് ബില്ലിൽ കോടതിയിൽ നിന്ന് ഉത്തരവ് വരേണ്ടതുണ്ട് അനുകൂലമായിട്ട്. അതിനുവേണ്ടി എന്ത് തെണ്ടിത്തരവും അവർ ചെയ്യും. ഈ നാറിയൊക്കെ നമ്മുടെ സുപ്രീം കോടതിയെ പോലുമാണ് അപമാനിക്കുന്നത്. രാജ്യത്ത് എന്ത് കുലുക്കം സംഭവിച്ചാലും കോടതികള് അതിലെ നീതി നോക്കി മാത്രമേ വിധിക്കൂ. അതൊന്നും ഇവരൊന്നും ഇത്രയും കാലമായിട്ട് അറിയില്ലേ? വഖഫ് ഭേദഗതി നിയമമൊക്കെ പാസ്സാക്കിയ സുപ്രീം കോടതി അത് വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് വെക്കൂ. എന്നിട്ട് ഈ ഒരു വിഷയം എന്തിനാണ് ഈ വിഷയത്തെ ന്യായീകരിക്കുന്നത്? ലളിതമായിട്ടുള്ള ഒരു ചോദ്യ. മതം ചോദിച്ച് തീവ്രവാദികൾ ജിഹാദികൾ കൊലപ്പെടുത്തിയെന്ന് എന്തുകൊണ്ടാണ് ഇവരൊന്നും അംഗീകരിക്കാത്തത്? അതിനെന്തിനാണ് ന്യായീകരിക്കുന്നത്? മറ്റുള്ള വിഷയമൊക്കെ മറ്റുള്ള വിഷയങ്ങളല്ലേ. ഇവരൊക്കെ നമ്മുടെ രാജ്യത്തെ അടുത്ത് പൊട്ടിത്തെറിക്കാൻ പോകുന്ന ആളുകളാ. ഒരു തർക്കവും വേണ്ട. തീവ്രവാദികളെ ആര് അനുകൂലിച്ചാലും നാളുകളിൽ അവർ നമുക്ക് അപകടം തന്നെയാ. അടുത്ത കമന്റ്, മോദി സൗദിയിലാണ്, എന്തോ പന്തികേട് നടക്കുന്നു. പുൽവാമയിലെ പോലെ നിരപരാധികൾ ബലി കഴിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം സത്യം പുറത്തു കൊണ്ടുവരട്ടെ എന്ന് നരേന്ദ്രമോദി സൗദി പോയതിനെ പോലും തോന്നിയത് പറയാം. ഇവരൊക്കെ ഇത്തരത്തിൽ എന്തിനാണ് ആ ഭീകരരെ ഒന്നും എന്താ ഇവനൊന്നും തള്ളി പറയാൻ സാധിക്കാത്തത്? ഇവരൊന്നും എന്തുകൊണ്ടാണ് ഈ കമന്റില് ഈ പറഞ്ഞതില് മതം ചോദിച്ചു കൊന്നവൻ തീവ്രവാദിയാണ് എന്ന് പോലും എന്തുകൊണ്ടാണ് ഇവന് പറയാൻ സാധിക്കാത്തത്? എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. ഇവരൊക്കെ എന്തിനാണ് ഈ സമയത്തും നരേന്ദ്രമോദിയെ കുറ്റം പറയാ, രാജ്യത്തെ കേന്ദ്ര സർക്കാരിനെ എതിർക്കുക? ഇവർക്ക് എന്തുകൊണ്ടാണ് ആ ഭീകരരെ എതിർക്കാൻ സാധിക്കാത്തത്? അടുത്ത കമന്റാ, മുസ്ലിം സമുദായത്തെ കൂടുതലായിട്ട് മറ്റുള്ളവരിലേക്ക് വെറുപ്പ് സമ്പാദിപ്പിച്ച് ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കുക എന്നുള്ളതാണ് RSSന്റെ ലക്ഷ്യം. ഇവനൊക്കെ എന്തുമാതിരി വലിയൊരു ചെറ്റയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ RSSനൊക്കെ എന്തിനാ വലിച്ചേക്കുന്നത്? ഇവിടെ ആരാണ് ഈ ഭീകരാക്രമണം നടന്നത്? മത തീവ്രവാദികള്. മുസ്ലിമാണോ ഹിന്ദു ആണോ എന്ന് നോക്കിയിട്ട്, മുസ്ലിം ആണെങ്കിൽ മാറ്റി നിർത്തിയിട്ട് ഹിന്ദുവിനെ കൊലപ്പെടുത്തുന്നൊരു ഭീകരാക്രമണം നടത്തുമ്പോൾ ജാതി മതഭേദമന്യേ രാജ്യത്തോട് കൂറുള്ളവൻ അത് ചെയ്തത് ഭീകരവാദമാണെന്ന് തള്ളി പറയാൻ സാധിക്കണം. അല്ലാത്തവരൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ പോലും അർഹതയില്ല. എന്തിനാണ് ഈ രാജ്യത്തൊക്കെ തൂങ്ങിപ്പിടിച്ചിരിക്കുന്നത്? ഇവിടെയും RSS ആണ് ഇത്. ഇവിടെ ചെയ്തത് തീവ്രവാദികളാണ്, TRF ആണ്, ഭീകരവാദികളാണ്, ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണ് എന്ന് ഇവർക്ക് എന്തുകൊണ്ടാണ് പറയാൻ സാധിക്കുന്നത്? ഈ രാജ്യത്തോട് കൂറുള്ള ഒരു മുസൽമാൻ അന്തസ്സോട് കൂടി പറയണം, കൊന്നത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണ്, ജിഹാദികളാണ്, ഭീകരവാദികളാണ്, ഹമാസിന് തുല്യമായിട്ടുള്ള ഭീകരർ തന്നെയാണ് ഈ കൂട്ടക്കൊല ചെയ്തത് എന്ന് പറയാൻ സാധിക്കാത്തവരൊക്കെ ഈ രാജ്യത്തിന് എതിരെ പ്രവർത്തിക്കാൻ ഏത് സമയത്തും സന്നദ്ധനായിട്ടുള്ളവനാണ് എന്ന് സകല ബോധമുള്ളവരും തിരിച്ചറിഞ്ഞോളൂ. അടുത്ത കമന്റാ, മതം ചോദിച്ചിട്ടാണ് കൊന്നതെന്ന് ക്വസ്റ്റ്യൻ ചിഹ്നം. രാജ്യത്തിനെതിരായ ആക്രമണത്തെക്കാൾ വേഗത്തിൽ അതിൽ മതം ചേർത്ത് പ്രചരിപ്പിച്ച ഗൂഢതന്ത്രം ആരുടേതാണ്? ആ ഗൂഢതന്ത്ര പ്രചാരകർ തന്നെയാണ് ആക്രമണത്തിന് പിന്നിൽ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു തന്ത്രം ഉണ്ടാക്കിയെന്നൊക്കെ ഇത്തരം ആളുകൾക്ക് വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം. ഇത്തരം ആളുകൾ എന്തുകൊണ്ടാണ് ഒരു വാക്കിൽ പോലും ആ ഭീകരരെ തള്ളി പറയാത്തത്?
എന്നിട്ട് ആ വിഷയത്തിൽ മതം കലർത്തിയത് ഈ ഭീകരർ മതം കൊണ്ടല്ലേ വന്ന് കൊലപ്പെടുത്തിയത്, തീവ്ര ചിന്ത കൊണ്ടല്ലേ, ജിഹാദി ആയതുകൊണ്ടല്ലേ കൊലപ്പെടുത്തിയത്. മതം കൊണ്ട് കൊല്ലുന്നവരെ മറ്റുള്ളവന്റെ മതം ചോദിച്ചു കൊലപ്പെടുത്തു. ഇത്തരം ഒരു വലിയൊരു കണക്കെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കമന്റ് ഇടുന്ന ആളുകൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക നമ്മുടെ കേരളത്തില്. രാജ്യമാണോ മതമാണോ വലുത് എന്ന് ഇത്തരം ആളുകളോട് ചോദിക്കണം. അതായത് സാധാരണക്കാരായിട്ടുള്ള സകലരും തിരിച്ചറിയാം, നമ്മുടെ രാജ്യമുണ്ടെങ്കിലേ മറ്റെന്തുമുള്ളൂ. നമ്മുടെ രാജ്യമുണ്ടെങ്കിലേ നമുക്ക് മറ്റെന്തും നേടാൻ സാധിക്കൂ. സമാധാന ജീവിതമാണെങ്കിലും സൗകര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ആദ്യം രാജ്യം വേണം. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ സാധിക്കൂ എന്ന് പറയുന്നത് പോലെയാ ഒരു മതം. അതിനി മുസ്ലിം ആയിക്കൊള്ളട്ടെ, മതം രാജ്യമുണ്ടെങ്കിലേ മുസ്ലിം ഉള്ളൂ. അല്ലാതെ ഇതേ മുസ്ലിം പോയിട്ട് പാകിസ്ഥാനിൽ പോയിട്ട് എന്ത് മതം അവർക്ക്? തല പോവില്ലേ, ഉരുളില്ലേ? ഈ നാറികൾ എന്താ മനസ്സിലാക്കാത്തത്? ഇവിടെ കിടന്ന് ഈ രാജ്യത്തിന്റെ സുരക്ഷാ വലയത്തിലാണ് ഇതൊക്കെ എഴുതി പിടിപ്പിക്കാൻ പോലും സാധിക്കുന്നത് എന്ന് ഒരു യഥാർത്ഥ സകലരും തിരിച്ചറിയണം. ഈ രാജ്യത്തോട് കൂറുള്ള ഒരു യഥാർത്ഥ പൗരന് ഈ ഒരു വിഷയത്തിന്റെ വാർത്ത കേൾക്കുമ്പോൾ രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് എതിരെ പറയാനല്ല തോന്നുക, ഈ രാജ്യത്തിന്റെ ഭരണകൂടങ്ങളെ എതിർത്ത് പറയാനല്ല തോന്നുക. മറിച്ച് അത് ചെയ്തവൻ ആരാണെങ്കിലും അവരെ തീർത്തിട്ട് മതി ഇനി എന്തും ഈ രാജ്യത്ത് എന്നല്ലേ നമ്മൾ പറയേണ്ടത്. നമ്മൾ ഇതിന് ശക്തമായ മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്തുള്ള തീവ്രവാദികൾ, അവരെക്കാൾ ആ ഭീകരരെക്കാൾ അപകടകാരി ആയിട്ടുള്ള ആളുകളുണ്ട്. നമ്മുടെ കേരളത്തില് ഒരുപാട് ജിഹാദികളുണ്ട്. അതൊരു പച്ചയായ യാഥാർത്ഥ്യ. നമ്മുടെ കശ്മീരില് ഇതുപോലൊരു വിഷയം നടന്നിട്ട് പോലും അതിനെക്കുറിച്ച് ഒരക്ഷരം പറയാതെ ഇവിടെ ഇപ്പോഴും പലതിനെയും ന്യായീകരിക്കുക. ഇത് ഈ നടന്ന ഭീകരാക്രമണത്തിനെതിരെ ശക്തമായിട്ടുള്ളൊരു നടപടി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും.